കേരളത്തിലെ മുഴുവൻ എഴുത്തുകാരുടെ കാര്യം അഭിപ്രായമായിട്ട് പറയാൻ അവർക്ക് യാതൊരു അർഹതയില്ല. അതിലത്രേ ഉള്ളൂ. എഴുത്തുകാരുടെ പല അഭിപ്രായങ്ങൾ ഉണ്ടാവും. അതിൽ ഒന്നോ രണ്ടോ പേർക്ക് ഇടതുപക്ഷത്തെ സഹായിക്കുന്നവരുണ്ടാവും. പക്ഷെ ഭൂരിപക്ഷം ആളുകൾ തിരിച്ചഭിപ്രായമുള്ളവരാണ്. ഇനി 6 നാളുകൾ മാത്രമാണ് നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പിനുള്ളത്. ഇപ്പോഴും ചർച്ചയും വാഗ്വാദങ്ങളും ചൂടുപിടിക്കുകയാണ്. സ്വരാജിന് പിന്തുണയുമായി എഴുത്തുകാരുടെ കൂട്ടായ്മ എത്തിയത് ചർച്ചയായിരുന്നു. തീയിൽ കുരുത്തതിനെ വെയിൽ കാട്ടി പേടിപ്പിക്കേണ്ട എന്ന പ്രഖ്യാപനവുമായാണ് എഴുത്തുകാരുടെ കൂട്ടായ്മ നിലമ്പൂരിലെത്തിയത്. ഇതിനെ അനുകൂലിച്ചുകൊണ്ട് സ്വരാജിന്റെ വാക്കുകളെല്ലാം നമ്മൾ കേട്ടതാണ്. അവർ അവരുടെ അഭിപ്രായം പറയുന്നു, അവരുടെ നിലപാടുകളാണത്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ് സ്വരാജ് പറഞ്ഞത്. ഇപ്പോൾ അതിനോട് ആര്യാടൻ ഷൗക്കത്ത് പരസ്യമായി പ്രതികരിച്ചിരിക്കുകയാണ്. മറ്റുള്ളവരുടെ കാര്യങ്ങളും നിലപാടുകളും സ്വരാജ് എടുത്ത് കൂർപ്പിച്ചു പറയുന്നതിനുള്ള തക്കതായ മറുപടിയാണ് ആര്യാടൻ ഷൗക്കത്ത് നൽകിയതെന്നാണ് എനിക്ക് കേട്ടപ്പോൾ തോന്നിയത്. കേൾക്കാം. ഇടതുപക്ഷ ചിന്താഗതിയുള്ള ആളുകൾ അവരതിനനുസരിച്ച് നിലപാടെടുക്കും. പക്ഷെ അത് പൊതുവായ കേരളത്തിന്റെ എഴുത്തുകാരുടെ സാഹിത്യകാരന്മാരുടെ അഭിപ്രായമാണ് എന്ന് പറയാൻ അവർക്കെന്ത് അർഹതയുള്ളത്? അവരുടെ അഭിപ്രായം ഇവർ പറയട്ടെ. ഒരു വലിയ സമൂഹമല്ലേ എഴുത്തുകാരെന്ന് പറഞ്ഞാൽ. എഴുത്തുകാരുടെയിൽ പിന്നെ ഒരു വലിയ സമൂഹമാണ് കേരളത്തില്. അവരിലൊരു ചെറിയ വിഭാഗം 2-3 ആളുകൾ ഇടതുപക്ഷം ആളുകൾ കാലങ്ങളായിട്ട് ഇടതുപക്ഷത്തെ സഹായിക്കുന്ന, അതിന് തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്തിറങ്ങുന്ന, ഇടതുപക്ഷം ചെയ്താൽ ചെയ്യുന്ന മറ്റു കാര്യങ്ങളെയൊക്കെ മിണ്ടാതിരിക്കുന്ന, അല്ലെങ്കിൽ എന്നും ഇടതുപക്ഷത്തിന്റെ ഒരു ജുഹയായി പ്രവർത്തിക്കുന്ന, അവർക്ക് കേരളത്തിലെ മുഴുവൻ എഴുത്തുകാരുടെ കാര്യം അഭിപ്രായമായിട്ട് പറയാൻ അവർക്ക് യാതൊരു അർഹതയില്ല. അതിലത്രേ ഉള്ളൂ. അപ്പൊ അതിനെക്കുറിച്ച് ഞാനല്ല പറയണ്ടേ, എഴുത്തുകാരനെ പറഞ്ഞിട്ടുണ്ട്. കൽപ്പറ്റ നാരായണ മാഷൊക്കെ ഇന്നലെ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അല്ല, എഴുത്തുകാരുടെ പല അഭിപ്രായം ഉണ്ടാവില്ലേ? സ്വാഭാവികല്ലേ. അതിലെന്താ ഉള്ളത്? എഴുത്തുകാരുടെ പല അഭിപ്രായങ്ങൾ ഉണ്ടാവും. അതില് ഒന്നോ രണ്ടോ പേർക്ക് ഇടതുപക്ഷത്തെ സഹായിക്കുന്നവരുണ്ടാവും. പക്ഷെ ഭൂരിപക്ഷം ആളുകൾ തിരിച്ചഭിപ്രായമുള്ളവരാണ്. അതിലത്രേ ഉള്ളൂ. ഏതാ ബൂത്തടിസ്ഥാനത്തിലെ പ്രവർത്തനം വളരെ സജീവമായി മുന്നോട്ട് പോവുകയാണ്. ഒരു കാലത്തുമില്ലാത്ത ഒരു പ്രവർത്തനം. താഴെത്തട്ടിൽ നല്ലൊരു തിരയിളക്കം നടക്കുന്നുണ്ട്. ജനങ്ങൾ തയ്യാറായി നിൽക്കുക UDF വോട്ട് ചെയ്യാൻ. നമ്മളാ വോട്ട് ഒന്നും കൂടി അവരെ ഓർമ്മപ്പെടുത്തുക, അവരുടെ സ്ലിപ്പ് കൊടുക്കുക, അവരെ വോട്ട് ബൂത്തിലേക്ക് വരാനുള്ള അവരുടെ ഒന്ന് ഓർമ്മപ്പെടുത്തുക, സൗകര്യം ഒരുക്കി കൊടുക്കുക. അത്രയൊക്കെ മാത്രമേ ഉള്ളൂ ഇനി ചെയ്യേണ്ടത്. ഞാൻ പറഞ്ഞതിൽ എല്ലാം ഉണ്ടല്ലോ. ഒരു കാലത്തുമില്ലാത്ത രൂപത്തിലുള്ള കെട്ടുറപ്പോടുകൂടി UDFന്റെ പ്രവർത്തനം നടക്കുക. ഒരു കാലത്തും. അതുകൊണ്ട് തന്നെ ഒരു വലിയ ചരിത്ര വിജയം ഇപ്രാവശ്യം. സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞത് ഈ നിലമ്പൂരിന് പുറത്തുള്ള ചില കോൺഗ്രസ് നേതാക്കൾ വർഗീയതയുടെ വിഷയവുമായിട്ട് മണ്ഡലത്തിലേക്ക് വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഞാൻ ഈ വ്യക്തിപരമായ പരാമർശങ്ങൾ നിങ്ങൾക്കറിയാലോ എന്റെ നിലപാട്. മറ്റേ സ്ഥാനാർത്ഥി എന്ത് പറഞ്ഞു, അപ്പുറത്തെ സ്ഥാനാർത്ഥി എന്ത് പറഞ്ഞു, നിങ്ങൾ എന്നോട് എത്ര ചോദ്യം ചോദിച്ചു. പല സ്ഥാനാർത്ഥികൾ പറഞ്ഞു കാര്യം ഞാൻ വല്ലതും പറഞ്ഞു. അതൊക്കെ അവരവരുടെ അഭിപ്രായം പറയണം. എനിക്ക് എന്റെ പാർട്ടി, എന്റെ നേതാക്കന്മാരൊക്കെ ഇവിടെ ഉണ്ട്. അവര് കൃത്യമായ അഭിപ്രായം പറയും. പ്രിയങ്ക ഗാന്ധി ഇന്ന് വലിയ ദാരുണമായ ഒരു ദുരന്തമല്ലേ ഉണ്ടായത്. അതുകൊണ്ട് ഇന്നത്തെ പരിപാടി മാറ്റിവെച്ചത്. പ്രിയങ്ക ഗാന്ധിയുടെ പരിപാടി 15-ാം തീയതിയിലേക്ക് മാറ്റി. വാഹന പ്രചരണം ഇന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മളിന്ന് വാഹന പ്രചരണം ഇല്ല. നമ്മള് ബാക്കിയുള്ള ആളുകളെ കാണുക എന്നുള്ളതാണ് ഇന്നത്തെ.